ഇന്റലിജൻസ് മേധാവിയായ പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിന് DGP MR അജിത്കുമാറിനെതിരെ കേസെടുക്കാനുള്ള DGPയുടെ ശുപാർശ. അതിലിനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിക്ക് അതിനുള്ള ധൈര്യമുണ്ടാകൂ. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെതിരെ, മുഖ്യമന്ത്രിയുടെ രഹസ്യങ്ങൾ പലതും അറിയാകുന്ന അജിത് കുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും? സ്വാഭാവികമായും ഇത് നാലായി കീറി എറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഏവരും പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മറുതലയ്ക്കൽ DGP അല്ല, മറിച്ച് പി വിജയൻ IPS ആണെന്നുള്ള സൂചനയാണ് പലരും നൽകുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ അല്ല പ്രീതിപ്പെടുത്താനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സേവനത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾക്കേറ്റ കളങ്കം, അദ്ദേഹം സർവീസിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള സാഹചര്യം, ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള MR അജിത് കുമാറിനെതിരായ ശക്തമായ നടപടി അതിപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടിട്ടായിരുന്നാലും നേടിയെടുക്കുമെന്നുള്ള വാശിപ്പുറത്ത് തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ട് എന്നുള്ള ഗുരുതരമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത്. ഈ മൊഴി വ്യാജമൊഴി, ക്രിമിനൽ കുറ്റമാണെന്നാണ് DGP കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ അജിത് കുമാറിനെതിരെ ഒരു നടപടിക്ക് തയ്യാറാകുമോ? ഏവരും ചോദിക്കുന്നൊരു ചോദ്യം. ഉന്നത IPS ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാമെന്ന് DGP തന്നെ ശുപാർശ ചെയ്യുന്നത് അസാധാരണമായ, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. സിവിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാമെന്നാണ് DGP പോലും പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ശുപാർശയിൽ മുഖ്യമന്ത്രി തന്നെയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി തീരുമാനമെടുത്താൽ അതിലൂടെ പല ഭൂകമ്പങ്ങളും സംഭവിച്ചേക്കും. തീരുമാനമെടുത്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ പലതിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം കേൾക്കേണ്ടി വരും. അത് തൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പൊട്ടിത്തുടങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ MR അജിത് കുമാറിനെതിരായിട്ടുള്ള DGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന് മുകളിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് വെറും വിഡ്ഢിത്തം മാത്രമാണെന്നാണ് മുൻ MLA PV അൻവർ പറഞ്ഞിരിക്കുന്നത്. PV അൻവറിൻ്റെ ആരോപണത്തിൽ DGPയുടെ അന്വേഷണത്തിൽ അജിത് കുമാർ നൽകിയ മൊഴിയാണ് ഇപ്പോൾ കുരുക്കായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുൻ അനുഭവങ്ങൾ പരിശോധിച്ചാൽ MR അജിത് കുമാർ എന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണെന്ന് വ്യക്തമാകുമെന്ന് കൂടി അൻവർ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് താൻ കൈമാറിയ പ്രധാനപ്പെട്ട രേഖകളൊന്നും തന്നെ പരിശോധിക്കപ്പെട്ടിട്ടില്ല. DGP എന്നല്ല, ഗവർണറോ രാജ്യത്തിന്റെ പ്രസിഡന്റോ തന്നെയോ അജിത് കുമാറിനെതിരെ സംസ്ഥാന സർക്കാരിന് പരാതി കൊടുത്താൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാകുമെന്ന് തോന്നില്ല എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. PV അൻവറിന്റെ ആരോപണത്തെ തുടർന്നാണ് ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉടലെടുത്തത്. ഒന്നുകിൽ അജിത് കുമാറിനെതിരെ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണം, അതല്ലെങ്കിൽ തനിക്ക് നിയമ നടപടിക്കുള്ള അനുമതി കൊടുക്കണം. കടുകെട്ടിയ ആവശ്യം തന്നെയായിരുന്നു പി വിജയൻ IPS എന്ന് മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യത്തിലാണ് സർക്കാർ DGPയുടെ അഭിപ്രായം തേടിയത്. DGPയുടെ അഭിപ്രായം തേടിയപ്പോഴാകട്ടെ വലിയ പൊല്ലാപ്പിലേക്കും കടന്നിരിക്കുന്നു. PV അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് തന്നെയാണ് അന്വേഷണം നടത്തിയത്. അതിനുവേണ്ടി അജിത് കുമാറിനെ മൊഴിയെടുക്കുമ്പോഴായിരുന്നു പി വിജയനെതിരെ മൊഴി കൊടുക്കാൻ MR അജിത് കുമാർ തയ്യാറായത്. താൻ മാത്രം അങ്ങനെ അകത്താകണ്ടെന്നും ഇനിയിപ്പോൾ താനാകുന്നെങ്കിൽ മറ്റൊരുത്തൻ കൂടി കൂടെ ഇരിക്കട്ടെ എന്നുള്ള നിലപാടായിരിക്കണം ഒരുപക്ഷെ അന്ന് MR അജിത് കുമാർ മനസ്സിൽ കരുതിയത്. അതുകൂടാതെ നേരത്തെയുള്ള ബദ്ധവൈര്യവും കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന് മുൻ മലപ്പുറം SP കൂടിയായിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞിരുന്നുവെന്നായിരുന്നു അജിത് കുമാറിന്റെ മൊഴി. ഈ മൊഴി പുറത്തു വന്നതിന് പിന്നാലെ സുജിത് ദാസ് തന്നെ ഇക്കാര്യം തള്ളിപ്പറഞ്ഞു. പിറകെ പി വിജയൻ സർക്കാരിനെ സമീപിച്ചു. ഒന്നുകിൽ അജിത് കുമാറിനെ സർക്കാർ നടപടി സ്വീകരിച്ച് പുറത്താക്കുക, അതല്ലെങ്കിൽ തനിക്ക് നിയമ നടപടിക്കുള്ള എല്ലാ അധികാരവും തരണം. തനിക്ക് ബന്ധമുള്ള തിരുവനന്തപുരത്തെ വ്യവസായി മുജീബുമായി വിജയന് ബന്ധമുണ്ടെന്ന് അജിത് കുമാർ തന്നെ മൊഴിയിൽ പറഞ്ഞു. കോവിഡ് കാലത്ത് വിജയൻ നേതൃത്വം നൽകിയ ഭക്ഷണ വിതരണ പരിപാടിയിൽ മുജീബും ബന്ധപ്പെട്ടു. മാമി തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ആഷിഖ് എന്ന വ്യക്തിയുമായി മലപ്പുറത്തെ നന്മ എന്ന സംഘടന വഴി വിജയന് ബന്ധമുണ്ടെന്നായിരുന്നു അജിത് കുമാറിന്റെ മൊഴി. തന്നെ കുറ്റവാളിയാക്കാനുള്ള മനഃപൂർവ്വമായ ആസൂത്രിതമായ ശ്രമമാണ് അജിത് കുമാർ നൽകിയിരിക്കുന്ന മൊഴിയെന്ന് കാട്ടിയായിരുന്നു അന്ന് പി വിജയൻ പരാതി കൊടുത്തത്. പി വിജയന്റെ ആവശ്യത്തിൽ സർക്കാർ DGPയുടെ അഭിപ്രായം തേടി. വ്യാജമൊഴി കൊടുത്ത അജിത് കുമാറിന്റെ നടപടി ക്രിമിനൽ കുറ്റമാണെന്നാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ശുപാർശ ചെയ്തിരിക്കുന്നത്. സിവിലായും ക്രിമിനലായും ഒക്കെ തന്നെ അജിത് കുമാറിനെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ വ്യാജ സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുത്തു. ഗുരുതരമായ വിഷയം. ഇങ്ങനെയുള്ള നടപടികൾക്ക് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കേസെടുക്കാമെന്നാണ് DGP ശുപാർശ ചെയ്തത്. അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ DGP ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയായിരുന്നു നേരത്തെ നിയോഗിച്ചത്. ഈ സമിതിക്ക് മുന്നിലാണ് പി വിജയനെതിരെ അന്ന് അജിത് കുമാർ തെറ്റായ മൊഴിയും കൊടുത്തത്. ഇതിനു മുൻപ് കോഴിക്കോട്ടെ ട്രെയിനിലെ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയവും നമുക്കറിയാവുന്നതാണ്.
അന്ന് പ്രതിയുടെ വിവരങ്ങൾ ചോർത്തിയെന്ന അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2023 പി വിജയൻ അന്വേഷണ വിധേയമായി സസ്പെൻഷൻ കിട്ടിയത്. അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയതോടെയാണ് പിന്നീട് പി വിജയൻ സർവീസിലേക്ക് ഏറെ മാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്താൻ പോലും സാഹചര്യമുണ്ടായത്. തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നേരത്തെ തന്നെ DGP സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് അജിത് കുമാറിനെ കൈവിടാതെ ചേർത്ത് പിടിച്ചു. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നതിന് പിറകെ തന്നെ ജൂലൈയിൽ അജിത് കുമാർ DGP തസ്തികയിലേക്ക് എത്തുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അടുത്ത DGPക്കെതിരെ ഇപ്പോഴത്തെ DGPയുടെ പരാതി. അതിനിടയിൽ തന്നെയാണ് കേസിനെടുക്കാനുള്ള ഒരു ശുപാർശ കൂടി നൽകുന്നത്. എന്താകും എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്.